ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്ത രീതിയിലാണ് മതപീഡനം അനുഭവിക്കുന്നതെന്ന് പുതിയ റിപ്പോർട്ട്. 70-ലധികം രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ സഹായിക്കുന്ന ഓപ്പൺ ഡോർസ് ഇന്റർനാഷണലിന്റെ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീകൾ വിശ്വാസത്തിന്റെ പേരിൽ ലൈംഗികമായി ആക്രമിക്കപ്പെടുമ്പോൾ പുരുഷന്മാർ മാരകമായ ശാരീരിക അതിക്രമങ്ങൾക്ക് വിധേയരാകുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. തട്ടിക്കൊണ്ടുപോകൽ, നിർബന്ധിത വിവാഹം, ലൈംഗികവും ശാരീരികവും മാനസികവുമായ ആക്രമണങ്ങൾ എന്നിവയാണ് സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 365 ദശലക്ഷത്തിലധികം ക്രിസ്ത്യാനികൾ മാരകമായ രീതിയിൽ പീഡനങ്ങളും വിവേചനങ്ങളും നേരിടുന്നുണ്ട്. ലോകത്തെ 7-ൽ ഒരാൾ എന്ന നിലയിലും ആഫ്രിക്കയിൽ 5-ൽ ഒരാൾ, ഏഷ്യയിൽ 5-ൽ 2 പേർ എന്നിങ്ങനെയുമാണ് പീഡനത്തിന്റെ കണക്കുകൾ. 2023 വേൾഡ് വാച്ച് ലിസ്റ്റിലെ 50 രാജ്യങ്ങളിൽ നടത്തിയ പഠനത്തിന്റെ വെളിച്ചത്തിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഉത്തര കൊറിയ, സൊമാലിയ, ലിബിയ, എറിത്രിയ, യമൻ എന്നിവയാണ് ആദ്യ 5 രാജ്യങ്ങൾ. പുരുഷന്മാർ ശാരീരിക അതിക്രമത്തിന് പുറമെ തടവ്, സാമ്പത്തിക പീഡനം, നിർബന്ധിത സൈനിക സേവനം തുടങ്ങിയവയും അനുഭവിക്കേണ്ടി വരുന്നു. സ്ത്രീകളും പെൺകുട്ടികളും നേരിടുന്ന പീഡനങ്ങൾ പുരുഷന്മാരും ആൺകുട്ടികൾ നേരിടുന്നതിനേക്കാൾ സങ്കീർണവും ക്രൂരവുമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ആദ്യ വിശുദ്ധന്റെ നാമകരണ നടപടികൾക്കുള്ള രൂപതാതല നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചതായി രൂപതാധികൃതർ. പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നുള്ള രക്തസാക്ഷി ആകാശ് ബഷീറിന്റെ നാമകരണ നടപടികളാണ് അതിരൂപതയിൽ പൂർത്തിയായത്. 2015 മാർച്ച് 15 ലാഹോറിലെ യൂഹാനാബാദ് ഏരിയയിലുള്ള സെന്റ് ജോൺസ് ദേവാലയത്തിൽ ചാവേറിന്റെ ആക്രമണം തടയുന്നതിനിടെയാണ് 20-കാരനായ ആകാശ് ബഷീർ കൊല്ലപ്പെട്ടത്. 2022 ആകാശ് ബഷീറിനെ വത്തിക്കാൻ ദൈവദാസനായി പ്രഖ്യാപിച്ചു. താമരശ്ശേരി രൂപതയുടെ ആഭിമുഖ്യത്തിൽ വലിയ നോമ്പിൽ നടത്തിവരുന്ന കുളത്തുവയൽ തീർത്ഥാടനത്തിന്റെ ഈ വർഷത്തെ തീർത്ഥാടനം മാർച്ച് 22 നടക്കും. 21 രാത്രി 10 മണിക്ക് താമരശ്ശേരി കത്തീഡ്രലിൽ നിന്ന് ആരംഭിച്ച് വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് കുളത്തുവയലിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് തീർത്ഥാടനം ക്രമീകരിച്ചിരിക്കുന്നത്. തുടർന്ന് വിശുദ്ധ കുർബാനയും വചന സന്ദേശവും ഉണ്ടാകും. ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ നേതൃത്വം നൽകും. ആധുനിക ലോകത്ത് എല്ലാവർക്കും സുഖമായി കഴിയാനുള്ള വക നിലവിൽ ഉണ്ടെന്നും ഭക്ഷ്യ അരക്ഷിതാവസ്ഥയ്ക്കും ദാരിദ്ര്യത്തിനും ഉയർന്ന ജനന നിരക്കിനെ കുറ്റപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഐക്യരാഷ്ട്രസഭയിലെ വത്തിക്കാന്റെ സ്ഥിരം നിരീക്ഷകനും അപ്പസ്തോലിക് ന്യൂൻഷോയുമായ മോൺസിഞ്ഞോർ എത്തോരെ ബാലസ്തോരായി. ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ദാരിദ്ര്യത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആയുധ നിർമ്മാണ വ്യാപന മേഖലകളിൽ ഉപയോഗിക്കപ്പെടുന്ന വൻതോതിലുള്ള നിക്ഷേപം ഉപയോഗിച്ച് ലോകത്തിന്റെ ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിനുള്ള ആഗോള ഫണ്ട് രൂപീകരിക്കണമെന്ന ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനവും മോൺസിഞ്ഞോർ ആവർത്തിച്ചു. ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 2ാമത് എഴുകുംവയൽ കുരിശുമല കാൽനട തീർത്ഥാടനം 22-ാം തീയതി നടക്കും. രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിച്ച് മലയടിവാരത്തിൽ ഒരുമിച്ച ശേഷം മലമുകളിലേക്ക് കുരിശിൻ്റെ വഴി നടത്തുന്ന രീതിയിലാണ് തീർത്ഥാടനം ക്രമീകരിച്ചിരിക്കുന്നത്. രൂപതയിലെ മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരുന്നതായി രൂപതാവൃത്തങ്ങൾ അറിയിച്ചു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.